ശ്രീ ഷാജർ ഖാൻ, ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്തായാലും സംശയിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഇടപെടൽ എന്തായാലും അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ടാകുന്നതല്ല. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ ജിഷ്ണു വധക്കേസിൽ ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഗൂഢാലോചന ഇല്ല എന്ന കാര്യത്തിലേക്ക് ആ രീതിയിലുള്ള പ്രസ്താവനകളാണ് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഭാവനയായിട്ട് അത് കാണാം. കേരളത്തിലെ ജനങ്ങൾ ശരി, ആ വിഷയത്തിലേക്ക് പോകേണ്ട, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശ്രീ ഷാജർ ഖാൻ, ഇപ്പോൾ ജിഷ്ണു വധക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഏത് രീതിയിലുള്ള മാന്യമായ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത് ഈ 2 ദിവസത്തിനുള്ളിൽ? അതായത് മുഖ്യമന്ത്രി വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഇന്ന് മഹിജ ആവശ്യപ്പെട്ടത്, ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. കേരള സമൂഹം കഴിഞ്ഞ 50 ദിവസമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജിഷ്ണു മരിച്ച ദിവസം മുതൽ അത് കൊലപാതകമാണെന്നും ആ കൊലപാതകത്തിലെ തെളിവുകൾ മാനേജ്മെൻറ്റ് വളരെ വിശക്തമായി നശിപ്പിച്ചുവെന്നും അതുകൊണ്ട് ഇനിയിപ്പോൾ റീപോസ്റ്റ്മോർട്ടം പോലും, ഒരുപക്ഷെ തെളിവുകൾ ആവശ്യമാണ് എങ്കിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാണെങ്കിൽ പോലും ആ തെളിവുകൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥ പ്രതികളെ, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രതികളെ തുറങ്കിലടയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വാദത്തിനെടുത്ത സമയത്ത് പോലും ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന വിലപ്പെട്ട ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? അതിനുശേഷമല്ലേ ബാക്കി കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല ചുമത്തേണ്ടിയിരുന്നത്, കൊലക്കുറ്റമായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് തന്നെ ഈ പ്രതി രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെ നമ്മൾ എടുത്താൽ പോലും അവിടെ ഈ കൃഷ്ണദാസ് ആ കോളേജിലെ എല്ലാ കാര്യങ്ങളിലും, ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും കുട്ടികളെ മർദ്ദിക്കുകയും ഇടിമുറിയിൽ പോലും കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ പരാതികൾ പല പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾ കോടതിയിൽ മറ്റന്നാൾ രാവിലെ ഹാജരായി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പറയാൻ തയ്യാറാണ്. ഇവിടെ ടോംസ് കോളേജിൽ ടോം ടി ജോസഫിനെ രക്ഷിച്ചതുപോലെ തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് പോലെ തന്നെ ഈ കൃഷ്ണദാസിനെയും അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു തന്ത്രം സ്വീകരിക്കുകയും എങ്ങനെയും മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറോടും ആവശ്യപ്പെട്ടത്, ഈ തെളിവുകൾ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം എന്നതുകൊണ്ടാണ് ശ്രീ CP ഉദയഭാനു വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം തെളിവുകളുണ്ട്. കുട്ടികൾ തയ്യാറാണ്. അവിടെ ജീവിച്ചിരിക്കുന്ന, അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയും, ഏകദേശം 2000-ഓളം കുട്ടികളിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ഈ കൃഷ്ണദാസിൻ്റെ ചെയ്തികളെ സംബന്ധിച്ച് ഏത് കോടതിയുടെയും മുമ്പാകെ വന്ന് പറയാൻ തയ്യാറാണ് എന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ ജിഷ്ണുവിൻ്റെ അമ്മയുടെ വീട്ടിലിരുന്ന് കുട്ടികളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തെളിവുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള ആർജവം ഉണ്ടാകണം. ഇവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടെന്താണ്? ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ്? ഗവൺമെൻറ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചാൽ നാളെ രാവിലെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ. ശ്രീ പിണറായി വിജയൻ ഇന്ന് രാത്രി തീരുമാനിക്കട്ടെ, അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ 4 പേരുടെ കാര്യത്തിൽ എന്താണ് അറസ്റ്റ് വൈകുന്നതെന്ന് ആരും അതിന് മറുപടി പറയുന്നില്ല. ശ്രീ ആന്റണി രാജു, ബുധനാഴ്ച എന്നതൊരു വിലപ്പെട്ട സമയമാണ് സർക്കാരിന്റെ മുന്നിൽ. കാരണം ഒരമ്മ തൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് വന്നാൽ ഈ കേരളം മുഴുവൻ ആ അമ്മയ്ക്ക് പിന്തുണ നൽകും. അതിനുള്ള അവസരം, അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാതിരിക്കാൻ സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടതല്ലേ? മഞ്ജുഷ, ഈ കാര്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു കേസിലും ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിക്കുന്നയാളെ കൊണ്ട് ഒരിക്കലും ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പ്രസൻറ്റ് ചെയ്യിക്കാറില്ല. അദ്ദേഹം സാധാരണഗതിയിൽ കേസിൻ്റെ വിസ്താരം തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഈ കേസിൽ ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യമുള്ളതുകൊണ്ടാണ്, ഈ വാദിഭാഗത്തിന് ജിഷ്ണുവിൻ്റെ കുടുംബത്തോടുള്ള പ്രത്യേകമായ താല്പര്യം, ഈ കേസിൽ ഒരു പഴുത് പോലും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആരോപണം ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണം ഉണ്ടായതുകൊണ്ടാണ് CP ഉദയഭാനുവിനെ തന്നെ ബെയിൽ ആപ്ലിക്കൻറ്റ് സ്റ്റേജിൽ പോലും CP ഉദയഭാനു ഹാജരാകണമെന്ന് നിയമമന്ത്രി വിളിച്ച് നേരിട്ട് പറഞ്ഞത്. ഗവൺമെൻറ് ആത്മാർത്ഥതയും നമ്മൾ സംശയിക്കേണ്ടതില്ല. തുടർന്നും ഈ കേസ് ഇപ്പോൾ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി ഒരു കാരണവശാൽ ഇപ്പോൾ കഴിയില്ല. കാരണം ഹൈക്കോടതി കാര്യത്തിൽ തീർച്ചയായിട്ടും സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീജിത്ത്, ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യത്തിലും പ്രാധാന്യമുണ്ട്. അതായത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ കോടതിയിൽ ഹാജരാവുകയാണ്. അത് സർക്കാരിന് ഈ കേസിൽ എത്രമാത്രം നല്ല താല്പര്യമുണ്ട് എന്നതിന് ഉദാഹരണം കൂടിയാണ്. പിന്നെയും എന്തുകൊണ്ട് സർക്കാരിനെ സംശയിക്കുന്നു എന്നാണ്?
എനിക്ക് ഒരു തരത്തിലും ഞങ്ങൾ സർക്കാരിനെ സംശയിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തന്ന സർക്കാരാണിത്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ചെയ്തു തന്ന സർക്കാരാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിണറായി സഖാവ് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ജാഗ്രത പുലർത്തുന്നു. ആ ജാഗ്രത പുലർത്തുന്നതിന് ആവശ്യമായ കാര്യത്തിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ കൂടി പറയാനുള്ളത്, ഉദയഭാനു സാറിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി ഇതിലിടപെടും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ, അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ പോലും ചിലർ ശ്രമിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുക മാത്രമാണ്. നിങ്ങൾ അത് ഉദയഭാനുവിനെ പോലും നിങ്ങൾ സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ പറയരുത്. സഖാവ് പിണറായി സർക്കാരിൽ അങ്ങേയറ്റത്തെ വിശ്വാസവും ഇതുവരെ ചെയ്തു തന്നത് വളരെ വലിയ കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജാമ്യാപേക്ഷ വേളയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോസിക്യൂട്ടറെ അനുവദിച്ചു തരിക അത്യപൂർവമായ സംഭവമാണ്. ഞങ്ങൾ പറയുന്നത് ഈ കൃഷ്ണദാസിന്റെ സാമ്പത്തിക ശക്തി, ആ ശക്തിയിൽ കൂടുതൽ ജാഗ്രത വേണം. ഈ 4 പേരെ അറസ്റ്റ് ചെയ്യാതെ ഒളിപ്പിച്ചു വെക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യക്കുറവാണ്. ആ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഭാഗത്ത് അറസ്റ്റ് ചെയ്യാൻ മാത്രം, ഈ 4 പ്രതികളെ പിടികൂടാൻ മാത്രം പ്രത്യേക ഒരു സംഘത്തെ നിയോഗിക്കണം. അവരെ കൊണ്ട് 2 ദിവസത്തിനകം ഈ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനു മുമ്പേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സഹായത്തിനാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചത്. അഭിപ്രായമല്ല ഞങ്ങളുടെ. പ്രോസിക്യൂട്ടറിലും ഇവർക്ക് എതിരഭിപ്രായമില്ല. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം ലഭ്യമാവുകയാണ്. പിന്നെ ഇപ്പോൾ സർക്കാരിന്റെ ആത്മാർത്ഥതയെ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതില്ലല്ലോ രാജേഷ്. മഞ്ജുഷ് ഗോപാൽ, ജൂനിയർ മോസ്റ്റ് IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള കിരൺ നായരെ സ്വാധീനിക്കാൻ വേണ്ടി കൃഷ്ണദാസിന് സാധിക്കില്ല എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നു. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ജൂനിയർ മോസ്റ്റ് IPS ഓഫീസർക്ക് മാത്രം ഒരു കേസ് തെളിയിക്കാൻ സാധിക്കില്ല. അവർക്ക് ആ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാർ വഴി മാത്രമേ തെളിയിക്കാൻ സാധിക്കുള്ളൂ. ആ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കാം ഒരു പക്ഷേ ശ്രീജിത്ത് പറഞ്ഞത് ഈ 4 പ്രതികളെയും ഒളിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. അവരെ മാറ്റിയിട്ട് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കിരൺ നായർക്ക് കൊടുക്കണം. അല്ല, ഞാൻ പറയാനാണല്ലോ, ഞാൻ ഊഹിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്. ഉദ്യോഗസ്ഥന്മാരെ കിരൺ നായർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. ഇവിടെ ശ്രീ ആന്റണി രാജു ഉടൻ തന്നെ ഞങ്ങൾ അവരാവശ്യപ്പെട്ട പ്രോസിക്യൂട്ടറെ കൊടുത്തില്ലേ എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു, ഈ LDF ഗവൺമെന്റിന്റെ ഗവൺമെന്റ് വക്കീലിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ കേരളത്തിന്റെ വക്കീലിനെ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ ആ വക്കീൽ എല്ലായിടത്തും പരാജയപ്പെട്ടത് കൊണ്ടാണ് അവർ വേറെ വക്കീലിനെ ചോദിച്ചത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ രാജേഷിനോട്. ആർക്കും അങ്ങനെയുള്ള സമയം നൽകുവാൻ പറ്റുകയില്ല. അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.